ഹരി ഓം. കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ബ്രഹ്മഗീത പാഠത്തിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷീലായ്യപ്പന്. ഇന്ന് നമ്മൾ ബ്രഹ്മഗീതയുടെ 7ാമത്തെ പാഠം പഠിക്കാൻ പോവുകയാണ്. ഈ 7ാമത്തെ പാഠത്തിൻ്റെ പേര് ത്രിഗുണാത്മക ഭേദങ്ങൾ എന്നാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആദ്യമായിട്ട് നമുക്ക് ഇതൊരു ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ ഈ ഒരു പാഠത്തിനെ പഠിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: എന്താണ് ത്രിഗുണാത്മകം? ഉത്തരം ഇതാണ്: പ്രകൃതിയിൽ അഥവാ പ്രപഞ്ചത്തിൽ ഏതൊരു വസ്തു എടുത്താലും അത് 3 തരത്തിൽ അഥവാ 3 ഗുണങ്ങളിൽ കാണപ്പെടുന്നു. ഇതാണ് ത്രിഗുണാത്മകം. നമ്മൾ ഏതൊരു വസ്തു എടുത്താലും അത് എന്ത് ജീവനുള്ളവയോ ജീവനില്ലാത്തവയോ ഏതിനെ നമ്മൾ എടുത്താലും അതിനകത്തൊരു 3 ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം വിചാരിക്കും എന്തിനാ ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. പക്ഷേ ഇതിന് നമുക്ക് ഈ പഠിക്കുന്ന ബ്രഹ്മഗീതയിൽ ഇതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾക്കിത് പഠിച്ചെങ്കിലേ മറ്റു പല കാര്യങ്ങളും പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ത്രിഗുണാത്മകത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ത്രിമൂർത്തികളെന്ന് കേട്ടിട്ടുണ്ട്, ത്രിദേവികളെന്ന് കേട്ടിട്ടുണ്ട്, ത്രിലോകങ്ങളെന്ന് കേട്ടിട്ടുണ്ട്, അതുപോലെ എന്താ പറയുക ത്രികാലങ്ങളെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ 3 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് തന്നെ വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ ത്രിഗുണാത്മക ഗുണങ്ങളെ പറ്റി പറയുന്ന ഒരു 34ഓളം ഉദാഹരണങ്ങൾ ഞാൻ ഈ പാഠത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. എങ്കിലും നമുക്കത് ഒന്നും കൂടി വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ത്രിഗുണാത്മകത്തിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? കുറേ ഉദാഹരണങ്ങൾ, ഏകദേശം 34 ഉദാഹരണങ്ങൾ ഞാൻ ഈ പാഠത്തിൽ തന്നിട്ടുണ്ട്. ഒന്നാമത്തേന്ന് പറയുന്നത് ജനനം, ജീവിതം, മരണം. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഇതിന് ഒരേ അർത്ഥമാണ്. ഏതൊരു വസ്തുവിന് ഒരു സൃഷ്ടിയുണ്ട്, അതിനൊരു സ്ഥിതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജീവിതത്തിന് ഒരു കാലാവധിയുണ്ട്, ജീവിക്കുന്ന കാലാവധി അല്ലെങ്കിൽ നിലനിൽക്കുന്ന കാലാവധി. സംഹാരം എന്ന് പറഞ്ഞൊരു നാശമുണ്ട്. മൂന്നാമത്തെ സാത്വികൻ, രാജസൻ, താമസം. എല്ലാ വസ്തുക്കളിലും ഈ 3 ഗുണങ്ങൾ നമുക്ക് കാണാം. സാത്വിക ഗുണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഗുണം, നല്ല മൂല്യങ്ങളുള്ള ഗുണമാണ്. രാജസം എന്ന് പറഞ്ഞാൽ കുറച്ച് കുറവാണ്. താമസം എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായ സ്വഭാവ ഗുണങ്ങളാണ് താമസം എന്ന് പറയുന്നത്. നാലാമത്തേത് സ്വർണം, വെള്ളി, ഇരുമ്പ്. ഇത് 3 ലോഹങ്ങളാണ്. നമുക്കറിയാം ഇതിൻ്റെ മൂല്യം വ്യത്യസ്തമാണ്. സ്വർണത്തിൻ്റെ വിലയൊന്നും ഇരുമ്പിനില്ല. പിന്നെ വെള്ളിക്കാണെങ്കിൽ ഇതിൻ്റെ രണ്ടിനും ഇടയ്ക്കുള്ള ഒരു വിലയാണുള്ളത്. അപ്പോൾ ഇതിന് ഇവിടെ 3 ക്വാളിറ്റി കാണാൻ പറ്റും. അഞ്ചാമത്തേന്ന് ഖരം, ദ്രവം, വാതകം. എല്ലാ ദ്രവ്യങ്ങളും 3 രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതായിട്ട് നമുക്കറിയാം: ഖരമായിട്ടും ദ്രവമായിട്ടും വാതകമായിട്ടും, സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ്. ആറാമത്തേന്ന് പറയുന്നത് ആണ്, പെണ്ണ്, ഹിജഡ. നമുക്കറിയാം നമ്മളൊക്കെ പുരുഷന്മാരിലെ സ്ത്രീകൾ ഇതിൽപ്പെട്ടവരാണെന്ന്. പക്ഷേങ്കിൽ അതിലൊരു 3ാമത്തെ ഗ്രൂപ്പുണ്ട്, ഹിജഡകളെന്ന് പറയുന്നത്. ട്രാൻസ്ജെൻഡേഴ്സ് അഥവാ ക്ലീബങ്ങൾ, കിന്നരന്മാരെന്നൊക്കെ പറയും. അടുത്ത ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 7ാമത്തേത് സസ്യഭുക്ക, മാംസഭുക്ക, സർവ്വഭോജി. എല്ലാത്തിലും ഉണ്ട് ഈ 3 തരം ഭക്ഷണ പ്രിയർ, അല്ലെങ്കിൽ സസ്യം മാത്രം കഴിക്കുന്നവർ, മാംസം കഴിക്കുന്നവർ, സർവ്വഭോജി എല്ലാം കഴിക്കുന്നവർ. 8ാമത്തേത് വേര്, തണ്ട്. ഒരു വൃക്ഷത്തിൻ്റെ പ്രധാന 3 ഭാഗങ്ങളാണ് വേര്, തണ്ട്, ഇല എന്നിവ. 9ാമത്തേത് നമ്മുടെ മറ്റു ജീവജാലങ്ങൾ ശരീരത്തിൻ്റെ 3 ഭാഗമാണ്: തൊറാക്സ്, അബ്ഡോമൻ, ലിംസ്. തൊറാക്സ് എന്ന് പറയുന്നത് നെഞ്ചിൻ്റെ ഭാഗം, തല മുതൽ നെഞ്ച് വരെ. അബ്ഡോമൻ എന്ന് പറഞ്ഞാൽ വയറിൻ്റെ ഭാഗം. ലിംസ് എന്ന് പറയുന്നത് കൈകാലുകളും ലിംഗവും അടങ്ങിയ ഭാഗമാണ്. 10ാമത്തേത് ഉത്തമം, മധ്യമം, അധമം. എല്ലാത്തിലും ഉത്തമന്മാരുണ്ട്, മധ്യമന്മാരുണ്ട്, അധമന്മാരുണ്ട്. 11ാമത്തെ വിഷ്ണു, ബ്രഹ്മ, ശിവന്. 12ാമത്തെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. 13ാമത്തെ ലക്ഷ്മി, സരസ്വതി, പാർവതി. 14ാമത്തെ സൗന്ദര്യമുള്ള സുന്ദരിയെ. സാധാരണ ഒരു സൗന്ദര്യമുള്ളത് വിരൂപം. പിന്നെ 15ാമത് സമ്പന്നരുണ്ട്, സാധാരണ മനുഷ്യരുണ്ട്, ദരിദ്രരുണ്ട്. 16ാമത്തെ തടിയന്മാരുണ്ട്, ഇടത്തരം തടി കുറഞ്ഞ് ഇടത്തരമുള്ളവരെ, മെലിഞ്ഞവരുണ്ട്. 17ാമത്തെ ഒരെണ്ണം 1ാം റാങ്ക്, 2ാം റാങ്ക്, 3ാം റാങ്ക്, 4ാം റാങ്ക് കണക്കാക്കാതില്ല. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ബുദ്ധിയെക്കുറിച്ചാണ്. നല്ല ബുദ്ധിയുള്ളവരുണ്ട്, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ബുദ്ധിമാന്മാർ. ആവറേജ്, ശരാശരി ബുദ്ധി കുറഞ്ഞവരാണ് മന്ദബുദ്ധികൾ. 19ാമത്തെ ജ്ഞാനം, വിജ്ഞാനം, അജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈശ്വരീയമായ അറിവ്, അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അറിയാത്ത അവസ്ഥ, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭൗതികമായ അറിവ്. 20 ദേവൻ, മാനവൻ, അസുരൻ. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 21 ഹൃദയാരാധന, വിഗ്രഹം, സ്വർഗം. ഇങ്ങനെ 3 തരത്തിൽ മനുഷ്യൻ ആരാധിക്കുന്ന: ഹൃദയത്തിലും, വിഗ്രഹത്തിലും, പിന്നെ സ്വർഗത്തിലും. 22 കരയിലും കടലിലും ഉഭയമായിട്ട് ജീവിക്കുന്ന ജീവികളുണ്ട്. അറിയാമല്ലോ, കരയിൽ ജീവിക്കുന്നവ, കടലിൽ ജീവിക്കുന്ന. ഉഭയം എന്ന് പറഞ്ഞാൽ രണ്ടിടത്തും ജീവിക്കുന്നത്. 23 പോസിറ്റീവ് ഊർജ്ജം, നെഗറ്റീവ് ഊർജ്ജം, ന്യൂട്രൽ ഊർജ്ജം. 24 കൊട്ടാരം, ഇടത്തരം വീട്, കുടില്. 3 തരം വീടുകളാണ്: വലിയ വീടുകൾ, ചെറിയ വീടുകൾ, പിന്നെ ഇടത്തരം വീടുകൾ. 25ാമത്തെ മൂലകം, സംയുക്തം, മിശ്രം. ഇതൊരു ദ്രവ്യത്തെക്കുറിച്ചാണ്. മൂലകങ്ങളുണ്ട്, സംയുക്തങ്ങളുണ്ട്, മിശ്രിതങ്ങളുണ്ട്. 26ാമത്തെ പാമ്പുകളെ കുറിച്ചാണ്. വിഷം കൂടിയ പാമ്പുണ്ട്, വിഷം ഇല്ലാത്ത പാമ്പുണ്ട്, സാധാരണ പാമ്പുകളുണ്ട്. ഇങ്ങനെ എവിടെ നമ്മൾ നോക്കിയാലും നമുക്ക് ഈ 3 വിഭാഗത്തെ കാണാം. 27ാമത്തേത് സംഖ്യകളെ കുറിച്ച് എടുത്താൽ പോസിറ്റീവ് സംഖ്യകളുണ്ട്, +5. പിന്നെ നെഗറ്റീവ് സംഖ്യയുണ്ട്, -5. പിന്നെ ഇത് കൂടാതെ 0 ഉണ്ട്. നമ്പർ ലൈൻ, ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിൽ ആ ഒരു കണക്കിൻ്റെ ഭാഗത്തിൽ നടുക്ക് 0യും അപ്പുറത്ത് വലത്തോട്ട് പ്ലസും ഇടത്തോട്ട് നെഗറ്റീവാണ്. 28ാമത്തെ ഇതുപോലെയാണ്: വലത്, ഇടത്, മധ്യം. മധ്യഭാഗത്ത് നിൽക്കുന്ന മതേതര സ്വഭാവമുള്ളവരുണ്ട്. വലത് ഈശ്വരഭക്തരായിട്ടുള്ളവർ, ഇടത് നിൽക്കുന്നവരെന്ന് പറയുന്നത് തീരെ ഈശ്വരവിശ്വാസം ഇല്ലാത്തവർ. 29 ഉയരെ, താഴെ, മധ്യം. അതുപോലെ ഏറ്റവും ഉയർന്നത്, ഏറ്റവും താണത്, ഇടയ്ക്ക് നിൽക്കുന്നത്. 30 മുടിയെക്കുറിച്ച് പറഞ്ഞാൽ നീളമുള്ള മുടിയുണ്ട്, സ്ട്രെയിറ്റ് ഹെയർ ഉണ്ട്, പിന്നെ ചുരുണ്ട മുടിയുണ്ട്,
തരംഗമുടി, അതായത് വേവി ഹെയർ ഉണ്ട്. രണ്ടും കൂടി ചേർന്ന ഒരു ഭാഗമുണ്ട്, ഒരു തരം മുടിയുണ്ട്. ഇനി അടുത്തത് 3 രാജ്യങ്ങളെക്കുറിച്ചാണ്. ദേവരാജ്യം, ബ്രഹ്മരാജ്യം, അസുരരാജ്യം. ദേവരാജ്യങ്ങളെന്ന് പറഞ്ഞാൽ ശാന്തിയുടെ സമാനത്തോടും മനുഷ്യർ ജീവിക്കുന്ന സ്ഥലങ്ങളാണ്. ബ്രഹ്മരാജ്യം എന്ന് പറഞ്ഞാൽ മതേതര സ്വഭാവമുള്ള രാജ്യങ്ങളാണ്. അവിടെ എല്ലാ മതത്തിനും തുല്യ സ്വാതന്ത്ര്യം കൊടുക്കുന്നതാണ് ബ്രഹ്മരാജ്യം. അസുരരാജ്യം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ നരകമാണ്. അവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല. എല്ലാവിധ മതനിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് മനുഷ്യൻ്റെ ജീവിതം ദുസ്സഹമാക്കുന്നതാണ് അസുരരാജ്യങ്ങൾ. അടുത്തത് 32ാമത്തെ വില കൂടിയത്, വില കുറഞ്ഞത് ഇടത്തരം. നമ്മളൊരു വസ്ത്രത്തിൻ്റെ കാര്യം എടുക്കുക, നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ ഉണ്ട്, പിന്നെ സാധാരണക്കാർക്ക് വാങ്ങാവുന്ന ഇടത്തരം വിലയുള്ളത്, പിന്നെ അതുപോലെ ഏറ്റവും വില കുറഞ്ഞ വസ്ത്രങ്ങളുണ്ട്. 33ാമത്തെ പുണ്യവും പാപവും മിശ്രവുമാണ്. പുണ്യകർമ്മങ്ങളുണ്ട്, പാപകർമ്മങ്ങളുണ്ട്, രണ്ടും ചേർന്ന മിശ്രമായ കർമ്മങ്ങളുണ്ട്. അടുത്ത 34ാമത്തേത് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഇത് ജീവനില്ലാത്തവയിലുള്ള 3 തരം കണങ്ങളാണ്. പോസിറ്റീവ് കണങ്ങൾ, നെഗറ്റീവ് കണങ്ങൾ, പിന്നെ ന്യൂട്രൽ കണങ്ങൾ. അപ്പോൾ ഇങ്ങനെ എല്ലാത്തിലും 3 ഭാവങ്ങൾ കാണാം. ഇതാണ് ഇന്നത്തെ പാഠം.